എനിക്കൊരു ചെറിയ ക്യാൻസർ ഉണ്ടായി. ഞാൻ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ മാറി 28 റേഡിയേഷൻ നടത്തി. അങ്ങനെ ഒരു ക്യാൻസറുടെ ജീവനം വന്നു. അമൃതയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അന്ന് ലീലാദാമോദര മേനോനും ഞാനുമാണ് പ്രധാന ഗസ്റ്റുകൾ. അപ്പം അന്ന് പൂർണ്ണാനന്ദ സ്വാമി, ഞങ്ങൾ സ്നേഹിതന്മാരാണ്. അങ്ങനെ പൂർണ്ണാനന്ദ സ്വാമി അമ്മയുടെ ഫോട്ടത്തിന് ഒരു ആരതി അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ ആരതി കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ തൊട്ടേ പറഞ്ഞത് അതുപോരാ. സ്വസ്തി പ്രജാപരിപാലയന്ത ന്യായേണ മാർഗേണ മഹിമൈഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചെല്ലണം. ലോകം ശുഭമാവണമെങ്കിൽ എന്ത് വേണം? ഗോക്കളെ സംരക്ഷിക്കണം, ബ്രാഹ്മണരെ സംരക്ഷിക്കണം, പ്രജകളെ മൊത്തത്തിൽ സംരക്ഷിക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നും ഞാനൊരു ബ്രാഹ്മണവാദിയൊന്നും. അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റി. ബ്രാഹ്മണൻ എന്താ അർത്ഥം? അത് ധർമ്മപദത്തിൽ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പാലിഭാഷ അറിഞ്ഞുകൂടാ. ഏതായാലും അയ്യപ്പത്ത് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ബ്രാഹ്മണൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ശരീരത്താലും വാക്കിനാലും മനസ്സിനാലും ദുഷ്കൃത്യം ആർക്കില്ലയോ അവനാകുന്നു ബ്രാഹ്മണൻ. അല്ല പൂണൂലിട്ടവൻ എന്നല്ല ബ്രാഹ്മണൻ്റെ അർത്ഥം. മനസ്സിലോ വാക്കിലോ പ്രവർത്തനത്തിലോ ദുഷ്കൃത്യങ്ങളില്ലാത്തവനാണ്. ആ ദുഷ്കൃത്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മൂസാമലി പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ എടാ മോനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയണം.